ചോറ്റാനിക്കരയിൽ അതിക്രമത്തിനിരയായ പോക്സോ അതിജീവിത മരിച്ച കേസിൽ പ്രതി അനൂപിനെതിരെ കൊലക്കുറ്റമില്ല. കുറ്റകരമായ നരഹത്യാ വകുപ്പാണ് അനൂപിനെതിരെ ചുമത്തുക. പ്രതിക്ക് യുവതിയെ കൊല്ലുക എന്ന ഉദ്ദേശമുണ്ടായിരുന്നില്ലെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. യുവതിയുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. ഷോള കഴുത്തിൽ കുരുക്കിയതാണ് മസ്തിഷ്ക മരണത്തിന് കാരണമായതെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനം. യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമത്തിന് ശ്രമം നടന്നിരുന്നു. എസ് ശരൺ വിവരങ്ങൾ നൽകും. ശരൺ, എന്തുകൊണ്ടാണ് പ്രതി അനൂപിനെതിരെ കൊലക്കുറ്റം ചുമത്തേണ്ടതില്ല എന്ന് അന്വേഷണ സംഘം തീരുമാനിച്ചത്? ദിവ്യ, യുവതി, അതായത് ഈ ചോറ്റാനിക്കരയിലെ യുവതി അതിക്രൂരമായ മർദ്ദനമാണ് നേരിട്ടത് എന്നുള്ളത് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും മർദ്ദനത്തിൽ പ്രതി അനൂപ് മർദ്ദിച്ചതോടുകൂടി ശരീരമാസകലം തന്നെ മുറിപ്പാടുകളുണ്ട്. ഇതിന് പുറമെ തന്നെ യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമ ശ്രമം നടന്നു എന്നുള്ളത് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ പ്രതി അനൂപിനെതിരെ കൊലക്കുറ്റം ചുമത്തേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ ചോറ്റാനിക്കര പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത്. അതിൽ പ്രധാനമായും പോലീസ് പറയുന്നത് ഈ യുവതിയെ കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയല്ല, ഉദ്ദേശത്തോടു കൂടിയല്ല പ്രതി അനൂപ് വീട്ടിലേക്ക് എത്തിയെന്നുള്ളതാണ്. അതിനുശേഷമാണ് ക്രൂരമായ മർദ്ദനം നടക്കുന്നത്. അങ്ങനെ മർദ്ദനം നടന്നപ്പോഴും കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശമുണ്ടായിരുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ കൊലക്കുറ്റം ചുമത്തിയാൽ നിലനിൽക്കില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇതോടൊപ്പം തന്നെ ഈ ഷോൾ കഴുത്തിൽ മുറുക്കിക്കൊണ്ട് ഉള്ള ഒരു ആത്മഹത്യാ ശ്രമവും പിന്നീട് പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതായത് ഈ കടുത്ത മർദ്ദനം തുടരുന്നതിനിടയിലാണ് യുവതി ഇത്തരത്തിലൊരു ആത്മഹത്യാ ശ്രമം നടത്തിയിരുന്നത്. അങ്ങനെ ആത്മഹത്യാ ശ്രമം നടക്കുമ്പോൾ തന്നെ ഈ കഴുത്തിലെ ഷോള് മുറിച്ചു മാറ്റുകയാണ് പ്രതി ചെയ്തിരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കൊലക്കുറ്റം നിലനിൽക്കില്ല എന്നുള്ളത് കൂടിയാണ് ഇപ്പോൾ പോലീസ് പറഞ്ഞു വയ്ക്കുന്നത്. എന്നാൽ കുറ്റകരമായ നരഹത്യ എന്നുള്ള വകുപ്പ് ചുമത്താനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അത്തരത്തിലൊരു വകുപ്പ് കൂടി പോലീസ് ആഡ് ചെയ്യുക. നേരത്തെ പ്രധാനപ്പെട്ട 2 വകുപ്പുകളാണ് പ്രതി അനൂപിനെതിരെ ചുമത്തിയിരുന്നത്. ഒന്ന് വധശ്രമമാണ്, ഇതിന് പുറമെ തന്നെയാണ് റേപ്പും. അങ്ങനെ ഈ 2 വകുപ്പുകൾക്ക് പുറമെയാണ്, അതായത് വധശ്രമം എന്നുള്ളത് മാറ്റിയിട്ടാണ് ഇപ്പോൾ കുറ്റകരമായ നരഹത്യ എന്നുള്ള വകുപ്പ് ചുമത്താൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, യുവതിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ, അത് കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് നടന്നിരുന്നത്. ആ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിക്കൊണ്ട് മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചു. അവിടെ പൊതുദർശനം നടന്നിട്ടുണ്ട്. അങ്ങനെ പൊതുദർശനം കഴിഞ്ഞ സാഹചര്യത്തിൽ അല്പസമയത്തിനകം തന്നെ തൃപ്പൂണിത്തുറ പള്ളിയിലേക്ക് മൃതദേഹം എത്തിക്കും. അവിടെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ശരി, ഞാൻ ശരണിലേക്ക് വരാം. ഇപ്പോൾ റിട്ടയേർഡ് എസ് പി കെ എം ആന്റണി നമ്മോടൊപ്പം തത്സമയം ചേരുകയാണ്. ശ്രീ കെ എം ആന്റണി, ഇവിടെ ചോറ്റാനിക്കരയിലെ പോക്സോ അതിജീവിതയ്ക്ക് നേരിടേണ്ടി വന്ന ക്രൂരമർദ്ദനം, അതിന് പിന്നാലെ യുവതി മരണത്തിന് കീഴടങ്ങേണ്ടി വരികയാണ് ചെയ്തത്. പക്ഷേ അന്വേഷണ സംഘം പ്രതി അനൂപിനെതിരെ കൊലക്കുറ്റം വധശ്രമ വകുപ്പ് ചുമത്തേണ്ടതില്ല എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അത് എന്തുകൊണ്ടാണ്? അങ്ങനെയൊരു കൊല്ലാൻ ഉദ്ദേശമുണ്ടായിരുന്നില്ല എന്നതിന്റെ പേരിൽ മാത്രം കൊലക്കുറ്റം ചുമത്താതിരിക്കാറുണ്ടോ സാധാരണയായി? യെസ് സാർ, ഞാൻ താങ്കളിലേക്ക് വരാം. താങ്കളുടെ ഓഡിയോ ഇവിടെ ക്ലിയർ അല്ല. വളരെ വേഗത്തിൽ തന്നെ മടങ്ങിയെത്താം. ശരൺ തുടരുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ശരൺ, നമ്മൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തലുകളെ കുറിച്ചാണ് സംസാരിച്ചു വന്നത്. എന്താണ് മരണകാരണമായി അതിൽ പറയുന്നത്? ഈ കഴുത്തിൽ ഷോൾ കുരുക്കിയുള്ള ഒരു ആത്മഹത്യാ ശ്രമം ഈ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത് മണിക്കൂറുകളോളം ഈ യുവതിയെ ഇത്തരത്തിൽ ക്രൂരമർദ്ദനത്തിന് ഇരയാക്കിയോട് കൂടിയാണ് യുവതി അത്തരത്തിലൊരു ആത്മഹത്യാ ശ്രമം നടത്തിയിരുന്നത്. അങ്ങനെ ആത്മഹത്യാ ശ്രമം നടത്തിയപ്പോൾ ഈ ഷോള് കഴുത്തിൽ കുരുക്കിയോട് കൂടിയാണ് അത് മസ്തിഷ്ക മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനം. എന്തായാലും വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭ്യമാകേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരിക. എന്തായാലും ഇതിൽ നിലവിൽ പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഈ മസ്തിഷ്ക മരണത്തിലേക്ക് നയിച്ച സാഹചര്യം എന്ന് പറയുന്നത് ഈ ഷോള് കഴുത്തിൽ കുരുക്കുകയാണെന്നുള്ളതാണ്. ഇതോടൊപ്പം തന്നെ അതിക്രൂരമായ മർദ്ദനമാണ് യുവതി നേരിട്ടിരിക്കുന്നത്. അത് മണിക്കൂറുകളോളം നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ തല ഭിത്തിയിൽ ഇടിച്ചിരുന്നു ഈ പ്രതി. ഒപ്പം തന്നെ ക്രൂരമായി മർദ്ദിക്കുന്നു. ശരി, അങ്ങനെ ദേഹമാസകലം മുറിപ്പാടുകൾ ഉണ്ട് എന്നുള്ളത് കൂടിയാണ് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. യെസ്, എസ് ശരണാണ് വിവരങ്ങൾ നൽകിയത്. പ്രതി അനൂപിനെതിരെ കൊലക്കുറ്റം ചുമത്തേണ്ടതില്ല എന്ന തീരുമാനത്തിലാണ് അന്വേഷണ സംഘം എത്തിയിട്ടുള്ളത്. പോക്സോ അതിജീവിതം മരിച്ച കേസിലാണ് പ്രതി അനൂപിനെതിരെ കൊലക്കുറ്റമില്ല. കുറ്റകരമായ നരഹത്യാ വകുപ്പാണ് അനൂപിനെതിരെ ചുമത്തുക. പ്രതിക്ക് യുവതിയെ കൊല്ലുക എന്ന ഉദ്ദേശമുണ്ടായിരുന്നില്ല എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. യെസ്, ശരൺ തുടരുന്നുണ്ട്. ശരൺ, പോലീസ് അങ്ങനെയൊരു നിഗമനത്തിലെത്തിയത് അനൂപിന്റെ മൊഴി പൂർണ്ണമായും വിശ്വാസത്തിലെടുത്ത് തന്നെയാണോ?
തുടക്കത്തിൽ പോലീസിനെ സംബന്ധിച്ച് കേസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വെല്ലുവിളിയായി മാറിയിരുന്നത് ഈ യുവതിയുടെ മൊഴിയെടുക്കുന്നതിലുള്ള തടസ്സമായിരുന്നു. യുവതി അതീവ ഗുരുതരാവസ്ഥയിലാണ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്നത്. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്നുള്ള, ഈ പ്രതി നൽകിയ മൊഴിക്കപ്പുറം എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തണമെന്നുണ്ടെങ്കിൽ അത് യുവതിയുടെ മൊഴിയിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളായിരുന്നു. എന്നാൽ അത് സാധ്യമായില്ല. അതിനിടയിലാണ് യുവതി ഇന്നലെ മരിച്ചത്. ഇതിൽ പ്രധാനമായും നേരത്തെ പ്രതി തന്നെ മൊഴി നൽകിയിരുന്നത് താൻ വീട്ടിലേക്ക് എത്തിയത് കൊലപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയായിരുന്നില്ല. താൻ അവിടെ എത്തി ചില കാര്യങ്ങൾ ചോദ്യം ചെയ്യുന്നു. അതായത് യുവതിക്ക് മറ്റ് ചില ആളുകളുമായിട്ട് ബന്ധമുണ്ട്, അത് ഒഴിവാക്കണമെന്നടക്കമുള്ള കാര്യങ്ങൾ ഈ പ്രതി ആവശ്യപ്പെടുന്നു. അതിനുശേഷം തർക്കമുണ്ടാവുകയും അതിനുശേഷമാണ് ക്രൂരമായി താൻ മർദ്ദിക്കുന്നതെന്നുള്ള അത് പ്രതി അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. താൻ അതിക്രൂരമായ മർദ്ദനമാണ് അഴിച്ചുവിട്ടതെന്നുള്ള കാര്യം പോലീസിനോട് പ്രതി മൊഴിയായി നൽകുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായും തല, ഈ പെൺകുട്ടിയുടെ തല ഭിത്തിയിൽ ഇടിച്ചു. ഒപ്പം തന്നെ ക്രൂരമായി തന്നെ മർദ്ദിച്ചുകൊണ്ടാണ് മണിക്കൂറോളം മുന്നോട്ട് പോകുന്നു. അതിനുശേഷം താൻ പിന്നീട് ആ വീട്ടിൽ നിന്ന് മടങ്ങിപ്പോരുന്നില്ല. ഈ യുവതി അവിടെ തന്നെയാണ് അതീവ ഗുരുതരാവസ്ഥയിൽ കിടന്നിരുന്നത്. പിന്നീട് മണിക്കൂറുകൾക്ക് ശേഷമാണ് യുവതിയെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തിരുന്നത്. എന്തായാലും ഇതെല്ലാം തന്നെ പ്രതി മൊഴിയായി നൽകുകയും ചെയ്തിരുന്നതാണ്. അതിന് പിന്നാലെ ആണ് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിക്കൊണ്ട് തെളിവെടുപ്പ് നടപടികളിലേക്കൊക്കെ കടക്കുകയും ചെയ്തിരുന്നത്.